ശ്രീലേഖ കൗൺസിലറുടെ ഓഫീസിനെ സംബന്ധിച്ചുള്ള ഒരു ദുരിത വീഡിയോ കാണുകയായിരുന്നു. നഗരസഭാ ഓഫീസിലെ എൻ്റെ കുടുസുമുറിയുടെ തൊട്ടടുത്തായിട്ട് മാലിന്യം ശേഖരിച്ചു വച്ചിരിക്കുന്നു അത്ര. ഇന്നലെ ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അവരൊരു പോസ്റ്റ് വിട്ടു. അത് കണ്ടപ്പോഴാണ് ഭയങ്കര തമാശയായിട്ട് തോന്നിയത്. അതായത് നഗരസഭാ ഓഫീസിനകത്ത് ശാസ്തമംഗലം ഉൾപ്പെടുന്ന പ്രദേശത്തെ മാലിന്യങ്ങൾ ഹരിതകർമ്മസേന കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇത് റോഡിലിടാൻ പറ്റൂലല്ലോ അല്ലേ? നഗരസഭയുടെ പ്രിമിസസിലുള്ള ഏതെങ്കിലും ഒരു ഓഫീസിനകത്തേ ഇത് വയ്ക്കാൻ പറ്റുള്ളൂ. ഇതിനുശേഷം അത് ബന്ധപ്പെട്ട വാഹനം വരുമ്പോൾ അതിൽ കയറ്റിക്കൊണ്ട് പോകാറാണ് പതിവ്. പക്ഷേ ഇതൊന്നും എൻ്റെ ഓഫീസിൽ പറ്റൂല. ഞാൻ ഇരുന്ന ഓഫീസ് എങ്ങനത്തെ ഓഫീസാണ്? അതിങ്ങനെ ഒരു വലിയ AC മുറിയാണ്. അതൊരു 600-700 സ്ക്വയർ ഫീറ്റ് വിശാലമായിട്ടുള്ള മുറിയിൽ നല്ല ആടണ കസേരയിൽ ഞാൻ ഇങ്ങനെ കറങ്ങി കളിച്ചുകൊണ്ടിരുന്ന AC മുറിയാണ്. ആ AC മുറി ഇരുന്ന DGP എനിക്ക് തന്നിരിക്കുന്നത് ഈ ഉണക്ക മുറിയാണോ? അതിന് ചുറ്റാകെ വേസ്റ്റോ? ആരവിടെ എടുത്തുകൊണ്ട് പോകാൻ ആരുമില്ലേ എന്ന തരത്തിൽ ഒരു കൽപ്പന പോലെയാണ് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. ഇത് എൻ്റെ ഓഫീസിൻ്റെ ഒരു വശത്തെ ജനലാണ്. അതിൻ്റെ താഴെ ദേ കൂട്ടി വച്ചിരിക്കുന്നത് മുഴുവനും വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, മാലിന്യം ഒക്കെയാണ്. ഇത് മുഴുവൻ ഇതെൻ്റെ ചെറിയ മുറിയാണ് ഓഫീസ്. പക്ഷേ എൻ്റെ ഓഫീസിൻ്റെ പുറകിലുള്ള മാലിന്യ കൂമ്പാരമാണ്. ഇതിങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ അടുക്കിയപ്പോൾ എൻ്റെ ഈ ഓഫീസെന്ന് പറയുന്ന ഈ കാണുന്ന ഈ ഒരു മുറിയാണ് എൻ്റെ ഓഫീസ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കുടുസുമുറി എന്ന് പറയുന്ന ഓഫീസ്. അതിൻ്റെ പുറകിലങ്ങ് അറ്റം വരെ മാലിന്യം കെട്ടായിട്ട് വെച്ചിട്ടുണ്ട്. ആളുകൾ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ 2 വേസ്റ്റ് ഡിസ്പോസൽ കേന്ദ്രങ്ങളുണ്ട്. വേസ്റ്റ് ഡിസ്പോസൽ ഹബ്ബ് എന്ന് പറഞ്ഞ് ലയൺസ് ക്ലബ് എന്തോ സ്പോൺസർ ചെയ്ത് കൊണ്ടുവച്ചിരിക്കുന്ന സാധനമാണ്. മദ്യക്കുപ്പികൾ വരെയാണ് എൻ്റെ മുറിയിൽ നിന്ന് നോക്കിയാൽ കാണുന്നത്. ആണോ കൗൺസിലർമാനെ? കൗൺസിലർ എന്ന് പറഞ്ഞാൽ ആരാണ്? കേരളത്തിലെ ഏതെങ്കിലും കൗൺസിലർക്ക് DGPയുടെ മുറി വേണം, 2 നില ഓഫീസ് വേണമെങ്കിൽ സ്വന്തം വീട് വിശാലമായിട്ടുള്ള ഒരു ആഡംബര ഭവനമാണല്ലോ. അത് ജനങ്ങൾക്ക് വേണ്ടി ഒന്ന് തുറന്നു കൊടുക്കണം മാഡം. അവർ കൂടി കാണട്ടെ മാഡത്തിൻ്റെ കാലഘട്ടത്തിലെ ആ ആഡംബര ജീവിതങ്ങളൊക്കെ. അപ്പോൾ വീട്ടിൽ കയറ്റാൻ പറ്റില്ല, എനിക്ക് ഓഫീസ് കൂടിയേ തീരുള്ളൂ. അത് ചെറിയ ഓഫീസൊന്നും പറ്റില്ല. നഗരസഭാ കൗൺസിലർമാർ ഇത്രയും കാലം ഇരുന്നപ്പോൾ പ്രശ്നമില്ലായിരുന്നു. അവിടെ ഒരു MLA മാറ്റിയിട്ട് എനിക്ക് വിശാലമായ ഓഫീസ് വേണം. എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് ഹരിതകർമ്മസേന പ്ലാസ്റ്റിക്കിലെ വേസ്റ്റ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു അത്രേ. ചിലപ്പോൾ മുറിക്കകത്ത് വരെ വയ്ക്കേണ്ടി വരും. മനസ്സിലായോ? അതാണ് ഒരു കൗൺസിലറുടെ പണി. കൗൺസിലർ പണി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ ഇറങ്ങി നിന്ന് സല്യൂട്ട് ചെയ്യുകയോ വരുമ്പോൾ മുണ്ടഴിച്ചിട്ട് നിന്ന് ബഹുമാനിക്കുന്ന പദവിയല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ഒരു വ്യക്തിക്ക് ഒരു വലിയ ഓഫീസും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജനങ്ങൾ വിളിക്കുന്നിടത്തേക്ക് ചെല്ലുക. ഓഫീസിൽ ആരെയും വിളിച്ച് വരുത്താൻ താഴേക്കിടയിൽ സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കേണ്ട കൗൺസിലറുടെ ഉത്തരവാദിത്വം അതാണ്. അല്ലാതെ മാടം ചമഞ്ഞ് മുറിയിലിരുന്നതിന് ശേഷം എന്നെ കാണേണ്ടവർ ഇവിടെ വരണമെന്നല്ല. അവർ വിളിക്കുന്ന ഇടങ്ങളിലേക്ക് ചെല്ലുക, സഹായം എത്തിച്ചു കൊടുക്കുക. കോർപ്പറേഷൻ്റെ ഓഫീസ് പരിധിയിലൊക്കെ ആകുമ്പോൾ ഇതുപോലുള്ള വേസ്റ്റൊക്കെ കാണും. വേസ്റ്റ് കാണുമ്പോൾ അയ്യോ ഇച്ചിച്ചി ഇതൊക്കെ എന്താ ഇവിടെ കൊണ്ട് വച്ചിരിക്കുന്നത്, എടുത്ത് മാറ്റൂ. കൊച്ചമ്മ സ്റ്റൈലിലുള്ള ഇമ്മാതിരി മറുപടി കേൾക്കുമ്പോൾ ഇതിനെയൊക്കെയാണ് വേഷം കെട്ടി കൗൺസിലറാക്കി കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ നമ്മുടെ നാട്ടിലെ സവർണർ വേഷം കെട്ടി ഇറങ്ങിയാൽ ആഘോഷിക്കുന്ന ഒരു പൊതു മനസ്സുള്ളത് കൊണ്ട് ഇത്തരം കോമാളിത്തരങ്ങളൊക്കെ പറയുകയും വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ സവർണരാൽ നിയന്ത്രിക്കപ്പെടുന്ന കുറേ മാപ്രകൾ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് അവരിതിനെ എടുത്ത് വാഴ്ത്തുപാട്ടായിട്ട് പാടും. അതിനപ്പുറത്തേക്ക് ഒരു കൗൺസിലർ അവർക്ക് ഇരിക്കാൻ മുറി തന്നെ വേണമെന്നില്ല. അവരുടെ ഫയലുകളോ അല്ലെങ്കിൽ പരാതികളോ ഒക്കെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ മുറിക്കപ്പുറം എല്ലാ ദിവസവും ആ വാർഡിൽ താമസിക്കുന്നവരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് അവരെ നേരിൽ വീട്ടിൽ പോയി കാണുക എന്നുള്ളതാണ് കൗൺസിലറുടെ ഉത്തരവാദിത്വം. കൗൺസിലർ എന്ന് പറഞ്ഞാൽ രാജകുമാരി അല്ല മാഡം. കൗൺസിലർ എന്ന് പറഞ്ഞാൽ IPS റാങ്കിലുള്ള DGP ആണെന്നും അർത്ഥമില്ല. അതുകൊണ്ട് ഇമാതിരി ഊള വീഡിയോ ഇട്ടാൽ സംഘികൾക്ക് ചിലപ്പോൾ വല്ലാത്ത തോതിലുള്ള വികാരം പൊട്ടും. അതിനപ്പുറത്തേക്ക് ഒരു കൗൺസിലർ എന്ന് പറഞ്ഞാൽ MLAക്ക് മുകളിലാണെന്ന് കരുതണ്ട, MLAക്ക് താഴെയേ വരുള്ളൂ. അതുകൊണ്ട് ആ കുടുസുമുറിയിൽ തൽക്കാലം ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കുക. അല്ലെങ്കിൽ ബാക്കിയൊക്കെ 3 മാസത്തെ വാടക കരാർ കഴിഞ്ഞതിന് ശേഷം
ശേഷം ആലോചിക്കാമെന്നുള്ള പ്രശാന്തിന്റെ മറുപടിക്കപ്പുറം മറ്റൊന്നും തൽക്കാലം ചെയ്യാൻ കഴിയില്ല യുവർ ഓണർ. സഹിച്ച് അവിടെ ഇരിക്കുക തന്നെ. ഇതൊക്കെ കാണുമ്പോൾ അയിത്തം തോന്നുന്നുണ്ടെങ്കിൽ ഇത്രയും കാലം വീട്ടിൽ ഹരിതകർമ്മസേനയും കൗൺസിലർമാരും വന്നപ്പോൾ പരമപുച്ഛത്തോടു കൂടി നോക്കിയിരുന്ന മാഡം അവർ എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത്, ഈ സാഹചര്യങ്ങളിലൊക്കെ ഇരുന്ന് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്ന് മാത്രമേ ഉപദേശിക്കാനുള്ളൂ.